ഹലോ, ഞങ്ങൾ ഇന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയി. ട്രെയിനകത്താണ് പോയത്. കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള പാസഞ്ചർ ട്രെയിനകത്താണ് ഞങ്ങൾ യാത്ര പോയത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ പെരുമൺകായൽ ഇല്ലേ. ഇനി എന്തൊക്കെ യാത്ര ചെയ്ത് എപ്പോഴൊക്കെ യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളെല്ലാവർക്കും ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ടല്ലേ. നല്ല ഭംഗിയാണ് കാണാൻ, എന്നാലും ചെറിയൊരു പേടി ഇല്ലാതില്ല. കാരണം എൻ്റെ മക്കൾക്ക് ഞാൻ ഇതുവഴി എപ്പോൾ പോയാലും പെരുമൺകായലിനെ കുറിച്ചും അതിൻ്റെ ദുരന്തത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അന്നേരം മോളിങ്ങനെ പറയുന്നത് അമ്മ എനിക്കും പേടിയാവുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത സമയത്താണ് 37ാമത് വാർഷികം നമ്മൾ ആചരിച്ചത് പെരുമൺ ദുരന്തത്തിൻ്റെ. ഇപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇച്ചിരി പേടിയോടെയാണെങ്കിൽ നല്ല രസമാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ ഇങ്ങനെ നമ്മൾ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ മോള് പറയുന്നത് അമ്മ എന്നെയും കൂടെ ഒന്ന് കാണിക്കട്ടെ അമ്മയുടെ വീഡിയോയിൽ. അന്നേരം മോളെയും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം. എന്നിട്ട് അവൾ ഈ ഒരു പേടിയോടാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണില്ലേ. നമ്മുടെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിലല്ലേ വയലാർ സാറ് പറഞ്ഞ കണക്ക് പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീകളാണല്ലേ. സത്യമാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ സ്റ്റേഷനിലോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലപ്പുഴ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് അമ്പലത്തിൽ വന്ന് അകത്ത് തൊഴുതിട്ട് പിന്നെ അമ്പലക്കുളത്തിൽ നിന്നു. ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ. ശരിക്കും മീൻ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനകത്ത് അത്ര വലിയ ഭംഗിയായിട്ട് തോന്നില്ലെങ്കിലും നല്ല ഭംഗിയാണ്. കാരണം മോള് പറയുകയാണ് അമ്മ അവിടെ ഇവിടെയൊക്കെ പോയി ഫിഷ് സ്പാ ഒക്കെ ചെയ്യണ്ടല്ലോ. കാരണം ഇവിടെ കാല് നീട്ടി നിന്നാൽ മീനൊക്കെ ഒന്ന് കുത്തുന്നത് അമ്മയുടെ കാലിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവുമെന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ അമ്പലക്കുളത്തിൻ്റെ പടവിലിങ്ങനെ കാല് നീട്ടിയിട്ടിരുന്നു. കുറച്ച് മീനൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ കൊത്തി. പിന്നെ എന്ത് ഭംഗിയാണല്ലേ നമ്മളെ ഈ ക്ഷേത്രക്കുളം കാണാനേ. നമുക്ക് എന്ത് രസമാണ് അമ്പലവും അമ്പലക്ഷേത്രക്കുളവും ഒക്കെ കാണാൻ. ഇവിടെ കണ്ടേ, ഇവിടെ പ്രത്യേകം നിവേദിതത്തിലുള്ള പാത്രങ്ങളൊക്കെ കരുതുന്നു. ഇവിടെ നമുക്കൊന്നും പ്രവേശനമില്ല ഈ ഒരു പടവിലോട്ട്. പിന്നെ കുറച്ചേരം അവിടെയൊക്കെ നടന്ന് ചുറ്റി നടന്ന് കണ്ട് അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ അവിടെ ഗുരുവായൂർ നടയെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ കുറേ ആനയും ശംഖിൻ്റെ രൂപമൊക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവിടെയൊക്കെ കുറച്ചേരം നിന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നേക്കുള്ള ട്രെയിനകത്ത് വീണ്ടും ഞങ്ങൾ കൊല്ലത്തേക്ക് തിരിച്ചു. അപ്പോൾ നല്ലൊരു അനുഭവമാണ്. പിന്നെ നമ്മൾ പ്രകൃതി ഭംഗിയിലേക്ക് ഞങ്ങളിങ്ങനെ ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ.